അന്നേറ്റവും കൂടുതൽ ദജ്ജാലിന്റെ കൂടെയുള്ള സഹായികൾ യഹൂദികളാണ്. ഇന്ന് മുസ്ലിങ്ങളെ വേട്ടക്ക് ഉപയോഗിക്കുന്ന ജൂതന്മാരില്ലേ സഹോദരങ്ങളെ, അന്നവരേറ്റവും കൂടുതൽ ദജ്ജാലിന്റെ പിന്നണികളായി പ്രവർത്തിക്കും. ദജ്ജാലിന്റെ കൂടെ ലക്ഷക്കണക്കിന് യഹൂദികളുണ്ട്. ഹദീസിൽ കാണാം, ഓരോ ദിവസവും ലക്ഷക്കണക്കിന് ജൂതന്മാർ കൊല്ലപ്പെടും. ദജ്ജാലുമായുള്ള വലിയ പോരാട്ടത്തിൽ ആദ്യമായി ജൂതന്മാരുടെ എണ്ണം അത്രയും അധികം ഭൂമിയിൽ പിടഞ്ഞു വീഴുന്നത് ആദ്യമായിരിക്കും. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാർമ്മികത്വത്തിൽ ഭൂമിയിൽ അങ്ങനെ ഒരു സംഭവം അരങ്ങേറാനുണ്ട്. പിന്നീട് ദജ്ജാല് പല ഭാഗങ്ങളിലൂടെയും മസ്ജിദുൽ അഖ്സയിലേക്കും മസ്ജിദുൻ നബവിയിലേക്കും പലയിടങ്ങളിലേക്കും കടക്കാനുള്ള വഴികൾ അന്വേഷിക്കും. മസ്ജിദുൻ നബവിയുടെ പരിസരങ്ങളിലേക്ക് പോയി ഒന്ന് ഹറമിലേക്ക് കടക്കാൻ പറ്റുമെന്ന് അവൻ നോക്കും. കാരണം ഹറമിന്റെ ഉള്ളിലെത്തിയാൽ സുരക്ഷിതത്വമാണ്, ഹറമിന്റെ ഉള്ളിൽ നിർഭയമാണ്. പക്ഷേ ഹറമിലേക്ക് കടക്കാനുള്ള എല്ലാ വഴികളിലും മലക്കുകളുടെ സംഘത്തെ കാണാം. മലക്കുകൾ ഇങ്ങനെ കൂട്ടം കൂട്ടമായി നിൽക്കുന്നത് കാണുമ്പോ അങ്ങോട്ട് കടക്കാൻ കഴിയാതെ പിന്തിരിയും. ഭൂമിയിൽ 4 സ്ഥലങ്ങളിലേക്ക് നുഴഞ്ഞു കയറ്റം അവൻ നടത്തും. ഒന്ന് മസ്ജിദുൽ ഹറാമിലേക്കാണ്, മറ്റൊന്ന് മസ്ജിദുൻ നബവിയിലേക്കാണ്, വേറൊന്ന് മസ്ജിദ് തൂരിസീനയിലേക്കാണ്. തൂരിസീന പള്ളി. അവിടെ പോയി നോക്കുമ്പോ പള്ളിയൊന്നും കാണാനില്ല. തൂരിസീന കണ്ടവരുണ്ടതില് ആരുമില്ലേ? പിന്നെ എന്തിനാ പടച്ചോനെ ഈ പൈസ ഒക്കെ തന്ന് ഒന്ന് എടുത്തു വെച്ച് പോയിക്കൂടെ? അപ്പൊ ഈ പൊട്ടലും ചീറ്റലും കഴിഞ്ഞോട്ടെ, ഇനി പോയാൽ മതി. മറ്റേ നിങ്ങൾക്കും ഇവിടെ വൈകി തസ്കരിക്കേണ്ടി വരും. ഈ സംഘർഷാവസ്ഥ കഴിഞ്ഞോട്ടെ. തൂരിസീനയൊക്കെ കാണണം. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. പൊട്ടലൊക്കെ വരുന്നതിന് മുമ്പ് നമ്മൾ പോയി കണ്ടു. പക്ഷെ തൂരിസീനയിൽ ആ പറഞ്ഞ രീതിയിൽ പള്ളിയൊന്നും ഇപ്പൊ അവിടെ കാണാനില്ല. അവിടെ ഒരു ചർച്ചുണ്ട്. നേരത്തെ പള്ളിയായിരുന്നു എന്ന് പറയപ്പെടുന്നു. പക്ഷേ പിന്നീട് പള്ളിയായി വരാൻ സാധ്യതയുണ്ടാകും. ഈസാ നബി അലൈഹി സ്വലാമൊക്കെ വരുമ്പോ പരിവർത്തനങ്ങളല്ലേ പല ഭാഗത്തും വരിക. ആ തൂരിസീനയിലേക്ക് കയറുന്ന ഭാഗത്ത് ഇപ്പോഴും എഴുത്തുണ്ട്, അന്ന് കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം അവരോട് അള്ളാഹു കൊടുത്തൊരു നിർദ്ദേശമാണ്, ചെരുപ്പഴിച്ചു വെക്കണം. നിങ്ങൾ ഈ കയറാൻ പോകുന്ന താഴ്വര പരിശുദ്ധമായ താഴ്വരയാണ്. അത് ചെറിയൊരു താഴ്വരയല്ല. എന്താണ് ആ താഴ്വരക്കുള്ള ബഹുമാനം? കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം അള്ളാഹുമായി സംവദിച്ച താഴ്വരയാണ് തൂരിസീന. 70 ആളുകളെയും കൂട്ടി മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുമായി മുനാജാത്ത് നടത്തിയ താഴ്വരയാണ് തൂരിസീന. അള്ളാഹുവിന്റെ കിതാബായ പരിശുദ്ധമായ തൗറ ഏറ്റുവാങ്ങിയത് തൂരിസീനയിൽ വെച്ചാണ്. റബ്ബിനെ കാണാൻ ആഗ്രഹം പ്രകടിപ്പിച്ച് നല്ല ബലത്തോടെ നിൽക്കാൻ പറഞ്ഞൊരു കേന്ദ്രവുമാണ് തൂരിസീന. ദുആഇന് ഉത്തരമുള്ള വലിയ ശ്രേഷ്ഠമായ ഒരു സ്ഥലമാണ് ഭൂമിയിലെ സ്ഥലം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്രാഇന്റെ യാത്രയിൽ ഇറങ്ങി 2 റക്അത്ത് നിസ്കരിച്ച മണ്ണാണ് തൂരിസീന മണ്ണ്. 2 റക്അത്ത് ഇറങ്ങി നിസ്കരിക്കൂ നബിയെ. ബുറാഖിന്റെ മുകളിൽ നിന്ന് താഴെ ഇറങ്ങി 2 റക്അത്ത് നിസ്കരിച്ച 4 സ്ഥലങ്ങളുണ്ട്. അതിൽപ്പെട്ടൊരു സ്ഥലമാണ് തൂരിസീന. പവിത്രധന്യമായ തൂരിസീനയുടെ പള്ളിയിലേക്ക് നുഴഞ്ഞുകയറ്റം നടത്താൻ ദജ്ജാൽ ഉദ്ദേശിക്കും, പക്ഷേ കഴിയില്ല. അവസാനമായി മസ്ജിദുൽ അഖ്സയിലേക്കൊന്ന് കടക്കട്ടെ എന്ന് കരുതും. മസ്ജിദുൽ അഖ്സയുടെ പരിസരത്ത് ബാബുലുദ് എന്നൊരു സ്ഥലം ഇന്നും ഉണ്ട് സഹോദരങ്ങളെ. ബാബുലുദ് എന്ന സ്ഥലം നിങ്ങൾ പോയി നോക്കൂ, ആളുകൾ നിങ്ങൾക്ക് കാണിച്ചു തരും. ഇതാണ് ബാബുലുദ്. ബാബുലുദ്ദിൽ വെച്ചാണ് അവസാനം ദജ്ജാലിനെ ബഹുമാനപ്പെട്ട ഈസാ അലൈഹിസ്സലാം വേട്ടയാടി പിടിച്ചു കൊന്നുകളയുന്നത് ബാബുലുദ്ദിൽ വെച്ചാണ്. ആ ഈസാ നബി അലൈഹിസ്സലാം ഭൂമിയിലേക്ക് വരുന്നത് 7 വർഷം ഇവിടെ പ്രചാരണ പ്രവർത്തനം നടത്തുന്നത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദീന് ഒന്നുകൂടി ശക്തിപ്പെടുത്താനാണ്. ഈസാ നബി അലൈഹിസ്സലാം മദീനത്ത് വരൂലേ? വരും. ഹദീസിൽ പറഞ്ഞല്ലോ, എന്റെ ഖബറിന്റെ സമീപത്ത് വന്ന് ഈസാ നബി അലൈഹിസ്സലാം എന്നെ ഒന്ന് വിളിച്ചാൽ ലഉജീബന്നഹു, ആ വിളിക്ക് ഞാൻ ഉത്തരം ചെയ്യുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തെ ഖബർ ഷരീഫിന്റെ സമീപത്ത് വന്ന്
അള്ളാഹുവിന്റെ റസൂലുമായി സംവദിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിക്കുമ്പോ വിളിക്ക് ഞാൻ ഉത്തരം ചെയ്യുമെന്ന് കാലക്കൂട്ടി തങ്ങൾ പ്രവചിച്ചിട്ടുണ്ട്. ഈസാ നബി അലൈഹിസ്സലാം വന്ന് വിളിക്കും, സിയാറത്തിന് വരും. അവസാനം ഈസാ നബി അലൈഹിസ്സലാം വഫാത്തായി കിടക്കുന്നതും ഹുജ്റത്തു ഷരീഫയുടെ പരിസരത്താണ്. ഒന്ന് ഹുജ്റയിലേക്ക് സശ്രദ്ധം നോക്കൂ. ഒരൊറ്റ ഖബറിനുള്ള സ്ഥലം കൂടി അവിടെ ബാക്കി കാണാം. ശ്രദ്ധിച്ചു നോക്കൂ. പരിശുദ്ധമായ ഹുജ്റത്തു ഷരീഫയിലേക്ക് 3 വലിയ മഹാന്മാര് അന്ത്യവിശ്രമം കൊള്ളുന്നതിന്റെ തൊട്ടു ചാരേ ഒരൊറ്റ ഖബറിന് കൂടി സ്ഥലമുണ്ട്. അതൊരു രാജാവിനുമല്ല, ഒരു നേതാവിനുമല്ല, റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാം അവരെ ഖബറടക്കപ്പെടുന്നത് ഹുജ്റത്തു ഷരീഫയിലാണ്.